ഇഷ, എങ്ങനെയുണ്ട് വീട്? ഇഷ്ടായോ? എമിമോനക്ക് ഇഷ്ടായോ വീട്? ഫസ്റ്റ് ടൈമാണ് ഈ വീട് കാണുന്നത്. അല്ല, ഞാനിത് ബ്രോക്കറെ കൂടെ വന്ന് കണ്ടതാ. നല്ല ചീപ്പ് റേറ്റിൽ കിട്ടിയപ്പോൾ അപ്പം തന്നെ അങ്ങോട്ട് പേയ്മെൻറ്റ് എടുത്തു. ഈ വീട് എന്തായാലും എനിക്കിഷ്ടമായി. അടുത്ത ട്രാൻസ്ഫർക്ക് വേഗം വരുമോ? ഈ വർഷം ഇനി എന്തായാലും ഉണ്ടാവില്ല. ഈ സ്ഥലത്തൊക്കെ വീട് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട് ചീപ്പ് റേറ്റിൽ കിട്ടുന്നത്. ഇവിടൊക്കെ ക്ലീൻ ആക്കണ്ടല്ലോ അമ്മച്ചി. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ. അല്ല, എമിമോനൂടെ അറിയില്ല, ഇവിടെ ഇവിടെ ഉണ്ടോ? ഓടി വായ, ഇവിടെ എന്താ ഉണ്ട്? എന്താടാ 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 ഇവിടെ? ഞാൻ ഉണ്ടല്ലോ. എമിക്കുട്ടി അങ്ങോട്ടേക്ക് വന്നൊക്കെ നല്ല തണുപ്പ്. തലയിലൊക്കെ വെള്ളാക്കിയില്ലേ. സോറിയടാ. മതി മതി, രണ്ടുപേരും വന്നേ, നമുക്ക് അകത്ത് കയറാം. ഇവിടെ ആകെ പൊടിയാണല്ലോ അമ്മച്ചിയെ. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കടി. വാ. വന്ന ദിവസം തന്നെ നല്ല മഴയാണല്ലോ അമ്മച്ചിയെ. അതെ അതെ, മഴ മാത്രല്ലടി, നല്ല ഇടിയുണ്ട്. അമ്മച്ചി കുറച്ചേരം മഴയത്ത് നിന്നോട്ടെ. വേണ്ട വേണ്ട, പനി പിടിക്കും. പനി വന്നാലെന്താ, സ്കൂള് പൊട്ടിയതല്ലേ അമ്മച്ചി, പ്ലീസ്. ആ ശരി ശരി, വേഗം കയറണം. അമ്മച്ചി എനിക്കും പോയിക്കണം. അയ്യോ, ഇടി വെട്ടുണ്ട്, വേഗം പോവാ. വേഗം പോയി ഡ്രസ്സ് മാറ്. കറണ്ട് പോയി. കറണ്ട് പോയല്ലോ. അയ്യോ അമ്മച്ചി, കറണ്ട് പോയി. ആ സാരില്ലടി, വന്നോളൂ. അപ്പുറത്തെ വീട്ടിലൊക്കെ കറണ്ട് ഉണ്ടല്ലോ. ആ ശരിയാണല്ലോ, അത് ചിലപ്പോ ഇൻവേർട്ടർ ആയിരിക്കും. അല്ലടി, എമിമോനെവിടെ? ഹെമീൻ, ഹെമിമോനെ, ഹെമിമോനെ എടാ. അമ്മച്ചി, ആ ടിവിന്റെ അവിടെ എന്തോ ഉണ്ട്. മിണ്ടാതിരിക്കടി, വല്ല പൂച്ചയായിരിക്കും. വാ നമുക്ക് പോയി നോക്കാം. അമ്മച്ചി, ആ കർട്ടൻ ഇളകുന്നുണ്ട്, അവിടെ എന്തോ ഉണ്ട്. വാ നമുക്ക് പോയി നോക്കാം. അപ്പൊ നന്നായിട്ട് ഇളകുണ്ടല്ലോ. നല്ല ജീവൻ അങ്ങോട്ട് കളഞ്ഞല്ലോടാ. കറണ്ട് വന്ന് കറക്റ്റ് സമയത്ത്. പറഞ്ഞ പോലെ ഓന്റെ ധൈര്യം പോലെ നമ്മക്കില്ലല്ലോടി. എന്നാ രണ്ടുപേരും വരും, നമുക്ക് കിടക്കാൻ പോവാം. അല്ലോടെ, നിങ്ങൾ ഈ കളിച്ചിരിക്കണ നേരെ പുതിയ വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റി കണ്ടൂടെ? ഞാൻ അമ്മച്ചിയുമ്പോ എമിനെ സൂക്ഷിച്ചെടുക്കണേ. അമ്മച്ചിക്ക് എവിടുന്ന് കിട്ടി കാട് പിടിച്ച വീട്? അതൊക്കെ ഇങ്ങനെ വെട്ടി തളിച്ചാ ശരിയാവടി. ഹായ്, നല്ല മാങ്ങൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അത് നോക്ക്, ബനാന. അമ്മച്ചി ഇങ്ങോട്ട് കൂടി വാ, അവിടെ ഒരു വലിയ കുഴി. എവിടെ? ഇത് കുഴിയൊന്നല്ല, ഇത് കൊളായിരിക്കും. വീട്ടിലേക്ക് നമുക്ക് കൊതുക് കളിക്കണ്ട്. എന്നാ വാ, നമുക്ക് പോവാം. ഉമ്മച്ചേ, നമ്മളവിടെ അടുത്ത വീട്ടിലത്തെ ആൾക്കാരൊന്നും എന്താ മുണ്ടാത്ത്? അത് നമ്മള് പുതിയ താമസക്കാരായിട്ടാവൂടി. ഞാൻ അടുത്ത വീട്ടിലത്തെ കുട്ടികളോട് കളിക്കാൻ പോയപ്പോ അവരെ വേഗം വാതിലടിച്ചല്ലോ. എടി, എനിക്ക് ഈ പ്രേതത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? അതൊക്കെ ഒരു സ്റ്റോറി അല്ലേ, അത് സിനിമയിലും സ്റ്റോറി ബുക്കിലല്ലേ ഉണ്ടാവല്. എനിക്കും ഈ പ്രേതത്തിലൊന്നും വിശ്വാസമില്ല. അമ്മച്ചി എന്താ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു? എടി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഈ വീട് എനിക്ക് ഇത്രയും ചുളിവ് വിലക്ക് എങ്ങനെ കിട്ടിയതെന്ന് അറിയോ? വർഷങ്ങൾക്ക് മുമ്പേ ഈ വീട്ടിലൊരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ മരിച്ചു? നീ ഇന്നലെ എനിക്കൊരു കുഴി കാണിച്ചു തന്നിരുന്നില്ലേ? അത് ഇവിടുത്തെ ഒരു കുളമായിരുന്നു അത്രേ. ആ കുളത്തിൽ വീണിട്ടാണ് അത്രേ കുട്ടി മരിച്ചത്. അയ്യോ, കഷ്ടായി പോയല്ലോ അമ്മച്ചി. ആദ്യ കാലങ്ങളിലെ ആ കുട്ടിൻ്റെ പ്രേതം ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാ പറഞ്ഞേട്ടെ. എന്നിട്ട് അത് മന്ത്രവാദി വന്നൂന്നോ തളച്ചു എന്നൊക്കെ പറഞ്ഞേട്ട്. ആ മരിച്ച കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല. ചുളു വില കിട്ടിയപ്പോൾ കൂടുതലൊന്നും നമ്മൾ അന്വേഷിക്കണ്ടല്ലോ. നീ ഇവിടെ ശരിക്കും പ്രേതം ഉണ്ടാവും അമ്മച്ചേ? അത് ശരി. അപ്പൊ നീയല്ലേ പറഞ്ഞ പ്രേതത്തിലൊന്നും വിശ്വാസമില്ലാന്ന്? അതൊക്കെ ശരിയാ, പക്ഷെ ഞാനും കേട്ടപ്പോ ഒരു പേടി.
എടി ഈ പ്രേതൊന്നും ശരിക്കുള്ളതല്ല, അത് നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന ഓരോരോ കഥാപാത്രങ്ങളാ. എന്താ അവിടെ സംസാരം? എടാ ഹെമിമോനെ, എനിക്ക് പ്രേതത്തിന് പേടിണ്ടാ? എനിക്ക് പ്രേതത്തിന് നല്ല ഇഷ്ടം. ഞാൻ ഹെമിമോനെ ഇവിടെ പ്രേതം കിട്ടാ. ആണോ? ഞാൻ അവിടെ ബോറടിച്ചിരിക്കുന്നു. ഞാൻ കാത്തിരുന്നു എന്റെ ബോറടി മാറ്റാൻ ഇവിടെ ഒരാള് വരുന്നുണ്ട്. ഇതൊക്കെ എന്ത്? ആ പിന്നെ 2 പേരോടും കൂടിയാണ് ഉമ്മച്ചി നാളെ രാവിലെ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ പരിചയമില്ലാത്ത സ്ഥലമാണ്, വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം കേട്ടോ. ഓക്കെ. ഓക്കെ. രണ്ടാളും പോയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് സ്കൂളിൽ പോവാനുള്ളതാ. ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിച്ചാ പോരാ അമ്മച്ചിയെ? ഞങ്ങൾക്ക് വിഷമില്ല മച്ചേ. പറ്റില്ല, ഇപ്പം തന്നെ സമയം ലേറ്റ് ആയിക്കണം. 2 ആൾ വന്നേ കഴിക്കാൻ വാ. ഹെമിക്കുട്ട ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഫിഷിനെ അങ്ങോട്ട് മാറ്റിക്കേ. അമ്മച്ചി ഫിഷിന് ഫുഡ് കൊടുത്തീന്നാ? നിങ്ങൾ 2 പേരും നോക്കിക്കോളൂന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ഇപ്പം ഞാനല്ല അതിന് നോക്കണേ, ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് കറിയുണ്ട്, എനിക്ക് പഞ്ചസാര മതി. എന്നാ പഞ്ചസാര വേഗം കഴിക്കാൻ നോക്ക്. അമ്മച്ചി ഇങ്ങനെ രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കി? ആരുണ്ടാക്കണ പത്തിരി? അതപ്പുറത്തെ ചപ്പാത്തി കമ്പനിയിൽ നിന്ന് വാങ്ങിക്കൊടുന്നതാ. വെറുതെ എത്ര ടേസ്റ്റ്. പുറത്തേക്ക് പോയത് 2 ആളും കേട്ടോ. ഞാൻ വേഗം പോയിട്ട് വരേ. ഞങ്ങൾ ഈ വീട് ചുറ്റി നടന്ന് കണ്ടോളാം അല്ലേ ഡെമിനെ? ഓക്കെ, ഞാൻ വേഗം റെഡി ആവട്ടെ കേട്ടോ. ദാ ഈ മാങ്ങയും കൂടി കഴിച്ചോ, നമ്മുടെ പറമ്പിലുണ്ടായതാ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഹെമിനെ? എടാ ഹെമിനെ, പുറത്ത് പൂട്ടി കിടക്കണ റൂമില്ലേ, നമുക്ക് ഒന്ന് തുറന്നാലോ? അത് താക്കോല് വേണ്ടേ? നമുക്ക് മച്ചീനോട് ചോദിച്ചേക്കാം. എടാ നമ്മൾ വന്ന അന്ന് മുതലേ ഈ റൂം പൂട്ടി കിടക്കുകയാണല്ലോ. ശരിയാണ്, നമുക്ക് തുറന്നു നോക്കണം. ഇത് തുറക്കാനുള്ള താക്കോല് എവിടുന്ന് കണ്ടുപിടിക്കാനാ? എന്നാലേ ഞാൻ പോയിട്ട് വരാട്ടോ. അമ്മച്ചിന്റെ അടുത്ത് ഈ റൂമിന്റെ താക്കോലുണ്ടാ? ഇല്ലടി, നമുക്ക് തന്ന ചാവിയിലൊന്നും അതില്ല, ഞാൻ കുറേ നോക്കിയതാ. ഇത് തുറന്നു നോക്കാൻ എന്താ ചെയ്യാൻ പറ്റിയേ? നമുക്ക് അതൊക്കെ പിന്നെ നോക്കാം, എനിക്ക് നല്ലോണം നേരം വൈകിക്കണേ. ഇഷ്ടത്താത്ത നമുക്ക് ഈ ലോക്ക് പൊട്ടിച്ചാലോ? അത് കൊള്ളാം, നമുക്ക് പൊട്ടിച്ചാലോ? ഞാൻ പൊട്ടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അടുക്കളയിലെ തേങ്ങ വെട്ടണ വലിയ കത്തിൻ്റെ എടുത്തിട്ട് വായു. അതിനെ വേഗം വാ. ഇഷ്ടത്താത്ത ഇത് പൊട്ടോ? എടത് പൊട്ടിയതാ? ഇതെന്താടാ ഇങ്ങനെ? ഇതെന്താടാ ഇങ്ങനെ? ഇഷ്ടത്താത്ത നമുക്ക് ഇട്ട് നോക്കിയാലോ? ഞാൻ അടുക്കാം. വേണ്ടടാ, നോക്കട്ടെ ഇങ്ങനെ. ഇതെന്താ ഇഷ്ടത്താത്ത? വാ നമുക്ക് പുറത്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഇഷ്ടത്താത്ത? നമുക്ക് തുറന്നു നോക്കണോ? നോക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എന്നിട്ട് താ, ഞാൻ തുറന്നുതരാം. അയ്യേ, ഇത് മണ്ണാണാ? ഇത് മണ്ണെണ്ണയാണ്. അത് നല്ല ചട്ടി. ഇഷ്ടത്താത്ത ഇനി അതെടുത്തോട്ടെ. എന്നിട്ടാ ഇതിത്തെ മണ്ണ് കളഞ്ഞിട്ട് ഈ എടുത്തോ. എടാ മണ്ണല്ലേ, പുറത്ത് കൊണ്ടുപോയിട്ടേക്ക്. എങ്ങനെയുണ്ട് അമ്മച്ചിന്റെ പുതിയ സ്കൂള്? സ്കൂളൊക്കെ അടിപൊളിയാ, പക്ഷെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് പോകാൻ. ഞങ്ങൾ അഡ്മിഷൻ ശരിയായി അമ്മച്ചിയെ? അതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ശരിയാക്കിയിട്ടുണ്ട്. അല്ല, മറ്റാളൊന്നും എന്താ വേഗം ഉറങ്ങിയല്ലോ? ഇന്ന് പകല് മൊത്തം ഞങ്ങള് കളിയായിരുന്നു. കളിച്ചോ, സ്കൂള് തുറക്കണ വരെയല്ലേ ഉള്ളൂ. പിന്നെ അമ്മച്ചി, ഞങ്ങൾ ആ മറ്റേ റൂം തുറന്നിട്ടുണ്ടായിരുന്നിട്ടാ. ഏതാ പൂട്ടിയ റൂമോ? അതന്നെ. അപ്പൊ അതിന്റെ താക്കോൽ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? താക്കോല് ഇവിടുന്ന് കിട്ടുക, ഞങ്ങൾ അടിച്ചു പൊട്ടിച്ച്. എന്നിട്ട് ഇപ്പൊ എന്താണ് ആ റൂമിലുള്ളത്? അതൊരു പഴയ അടുക്കളയാണ്. പിന്നെ അവിടുന്ന് ഒരു മൺചട്ടി കിട്ടിയെന്ന്. ആഹാ, എന്നിട്ട് കറിയൊക്കെ വെക്കാൻ പറ്റുമോ? അതൊരു ചെറിയ ചട്ടി. നീ ഫോണൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചേ. എപ്പോൾ നോക്കിയാലും പെണ്ണിന് ഫോണാണ്. എന്നാ വാ നമുക്ക് ഉറങ്ങാം, ഞാൻ ലൈറ്റ് ഓഫ് ആക്കട്ടെ. ഇതേതാടി ഈ പാത്രം? അതാണ് ആ റൂമിൽ നിന്ന് കിട്ടിയ പാത്രം. ഇമ്മിമോൻ കളർ കൊടുത്തതാ. എന്നാ അങ്ങോട്ട് നീ കിടക്ക്, ഉറങ്ങാം. എടി, ആ പൈപ്പിലൊന്നും വെള്ളമില്ല, നീ ഒന്ന് എണീറ്റേ.
അത് മോട്ടർ ഇട്ട പോരമ്മച്ചേ. എടി മോട്ടർ ഇട്ടിട്ടും വെള്ളം കയറുന്നില്ല. ടാങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നീ ഒന്ന് വാ, നമുക്ക് പോയി നോക്കാം. ഉമ്മച്ചിത് നാളെ നോക്കിയാ പോരെ. എടി ടോയ്ലറ്റിലൊന്നും വെള്ളം ഇല്ലടി, നീ വാ. ഈ വെള്ളം തീരാൻ കണ്ടൊരു നേരം. ഈ കോണിയാണെങ്കിൽ പുറത്തു. ഇതെന്തിനാ അമ്മച്ച ഈ ബാക്കിൽ നിൽക്കും പിന്നെ ഫോൺ കടിക്കണേ? അപ്പന്റെ കൂടെ ഉള്ളത് ആരാ?